നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇന്ന് മൂലം ദിനത്തിൽ ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം കൂട്ടുകറിയാണ്. എങ്ങനെയാണ് കൂട്ടുകറി ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വിഭവത്തിലേക്ക് കിടക്കാം. നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചേന ഇവിടെ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അതുപോലെ തന്നെ നേന്ത്രക്കായ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് കടല തലേദിവസം വെള്ളത്തിൽ ഇട്ടത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. ലേശം ജീരകം, പിന്നെ കടുക്, അതുപോലെ തന്നെ വറ്റൽമുളക്, ഉപ്പ്, അതുപോലെ കരിവേപ്പില, അതുപോലെ ഉഴുന്നും പരിപ്പ്, പിന്നെ ഒരച്ച് ശർക്കര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് കഴുകി എടുത്തു വെച്ച കടല നമുക്കതിലേക്ക് ഇടാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് വേവാൻ വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം ഒരാൾക്കാർക്കും. ഇനി നമുക്കതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് എടുത്ത് നമുക്ക് വേവിക്കാം. അത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. നമുക്ക് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ 3-4 ഫിസിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം അരയ്ക്കാനിടാം. പകുതി നാളികേരത്തോളം നമുക്ക് അരയ്ക്കണം. നന്നായിട്ട് വെണ്ണ പോലെ അരഞ്ഞ് കിട്ടണം. ബാക്കിയുള്ളത് നമുക്ക് വറുത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്കിടാം. ആവശ്യമുള്ള നാളികേരം ഇടാൻ നമുക്ക് കുറച്ച് നമ്മളവിടെ എടുത്ത് വെക്കേണ്ടി വറുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഇനിയും നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മുടെ ചേന എടുത്തിടാം. കാരണം ചേന നമ്മൾ അടിയിലിടുന്നത് വേവ് കൂടുതലുണ്ട് ചേനയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കായ ഇടാം. നമുക്കിനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. അതിലേക്ക് നമുക്ക് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിൻ്റെ അനുസരിച്ച് വേവുന്നതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്തായാലും. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി നമുക്കിടാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്കിത് ഇളക്കി യോജിപ്പിക്കുകയാണ്. നന്നായിട്ട് എല്ലാം ഇളക്കി യോജിപ്പിക്കുകയാണ്. നേരത്തെ കടലയിൽ ഉപ്പിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിടാം. ഞാനിവിടെ കുറച്ച് ഉപ്പിടുന്നുണ്ട്. എന്തായാലും കഷ്ണത്തിലേക്ക് ലേശം ഉപ്പിടുന്നുണ്ട്. കടല നമ്മൾ നേരത്തെ ഇട്ടതാണ്, എന്നാലും ഒന്നുകൂടെ ഉണ്ട്. ഇനി ഒന്നുകൂടെ ഇളക്കാതെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനിയും നമുക്ക് ഗ്യാസ് കത്തിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു 10-15 മിനിറ്റ് വേണം വേവാൻ. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം. നമ്മുടെ കായയും ചേനയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച കടല എടുത്തിടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. എല്ലാം കൂടി ഒന്ന് യോജിച്ചൊന്ന് റെഡിയാവട്ടെ. നന്നായിട്ട് ഇളക്കി നമുക്ക് റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം. നമ്മൾ അരച്ച് വെച്ച നാളികേരം ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കാം. നമുക്ക് ഈ ഓണക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കൂട്ടുകറിയാണ്. ഓണത്തിനൊക്കെ സദ്യയ്ക്ക് നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു വിഭവമാണ് കൂട്ടുകറി എന്ന് പറഞ്ഞാൽ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ച ശർക്കര നമ്മൾ പൊടിച്ച് അതിലേക്ക് ചേർക്കേണ്ടത്. ഇനി നമുക്കതൊന്ന് ഇളക്കി ശർക്കരയൊക്കെ ഇതിൽ യോജിക്കട്ടെ. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങി എടുത്ത് വെച്ചിട്ട് നമുക്ക് നാളികേരവും വറുത്ത്, അതുപോലെ തന്നെ നമ്മുടെ കടുകും വറുത്തൊക്കെ നമുക്കിടാം.
ഇനി നമുക്കൊരു പാൻ അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാൻ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടുകിടാം. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിടാം. ആവശ്യത്തിന് കുറച്ച് കടുക് നമുക്കിടാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഉഴുന്നും പരിപ്പിടാം. നമുക്ക് അത്യാവശ്യം ഉഴുന്നും പരിപ്പിടാം. നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഉഴുന്നും പരിപ്പും കടുകും നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കൊല്ലമുളക് ഇടാം. ഇനി നമുക്ക് അതിലേക്ക് കൊല്ലമുളക് ഇട്ടിടാം. ഇനി നമുക്ക് കരിവേപ്പില ആവശ്യത്തിന് അതിലേക്കിടാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം. കൊല്ലമുളകൊക്കെ നന്നായിട്ട് മൂത്ത് റെഡിയായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച നാളികേരം നമുക്കതിലേക്കിടാം. എന്നിട്ട് അത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഇതൊന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്കതിലേക്ക് നാളികേരം എടുത്തിടാം. ഇനി അത് ഇളക്കിക്കൊണ്ട് നമുക്കിരിക്കാം. ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂട്ടുകറിയിലേക്ക് നമുക്ക് എടുത്ത് ചേർക്കാം. ഒരു 2-3 മിനിറ്റ് പിടിക്കും ബ്രൗൺ കളറാവാൻ. നല്ലൊരു ടേസ്റ്റുള്ളൊരു കൂട്ടുകറിയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട്, ഈ ഓണക്കാലത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ മെസ്സേജൊക്കെ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴത്ത് പോസ്റ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൂടാണ്ട് നമ്മുടെ ഓണം അടുക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓണത്തിൻ്റെ ഒരു മത്സരമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനലിൽ, ഫേസ്ബുക്ക് പേജിലുമൊക്കെ നിങ്ങൾ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ ഇടുന്ന വീഡിയോൻ്റെ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലെയും വീഡിയോൻ്റെ ലൈക്കും കമൻറ്റും അടിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്ന 22 ഭാഗ്യശാലികൾക്കാണ് നമ്മൾ സമ്മാനമൊക്കെ നൽകുന്നത്. എന്തായാലും ഇത് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് കെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഇത് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ കൂട്ടുകറിയിലേക്ക് നമ്മൾ കടുക് വറുത്തതും അതുപോലെ തന്നെ നാളികേരം വറുത്തതും കൂടി ഒരുമിച്ചുള്ളത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. അത് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് എന്തായാലും നന്നായിട്ട് എല്ലായിടത്തും മിക്സായി യോജിച്ച് നമുക്ക് റെഡിയാവട്ടെ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓണക്കാലത്തൊക്കെ നിങ്ങൾ സദ്യക്ക് ഇത് ഉണ്ടാക്കുക. എന്തായാലും നല്ലൊരു രുചിയുള്ളൊരു കൂട്ടുകറിയാണിത്. എന്തായാലും നമ്മുടെ കൂട്ടുകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നാളെ പൂരാടൻ ദിനത്തിൽ നമുക്ക് നല്ലൊരു വിഭവമായിട്ട് എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏവർക്കും ഓണാശംസകളോടെ